നിരവധി ദിവസങ്ങൾ പിന്നിട്ടെങ്കിലും പാലാ ബിഷപ്പിൻ്റെ പ്രസ്താവന ഇപ്പോഴും വിവിധ രീതിയിൽ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോട് SDPI വളരെ അവധാനതയോടുകൂടിയാണ് പ്രതികരിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ മതപുരോഹിതന്മാർ മതസൗഹാർദ്ദത്തിൻ്റെ വക്താക്കളാകണം, മതവൈരം വളർത്തുന്ന പ്രസ്താവനകളിൽ നിന്ന് മാറി നിൽക്കണം എന്ന ഒരു പ്രസ്താവന ഞങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുകയുണ്ടായി. അതിനുശേഷം ആ വിഷയം അവസാനിപ്പിക്കുവാൻ അതുണ്ടാക്കിയിട്ടുള്ള സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള അകൽച്ചയും അഭിപ്രായ വ്യത്യാസങ്ങളും അവസാനിപ്പിക്കുവാൻ അദ്ദേഹം തന്നെ സ്വയം തയ്യാറാകാതെ വന്നപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് വാർത്താമാധ്യമങ്ങളെ കണ്ട് പാലാ ബിഷപ്പ് മാപ്പ് പറഞ്ഞ് തൻ്റെ പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറാകണം, അതല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയ്ക്കുള്ള തെളിവുകൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കാൻ സന്നദ്ധമാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇപ്പോൾ പാലാ ബിഷപ്പ് നടത്തിയിട്ടുള്ള വർഗീയ പ്രസ്താവനയേക്കാളും അതിഭീകരമായ രീതിയിൽ നമ്മുടെ കേരളത്തിൽ വിവിധ സമൂഹങ്ങൾക്കിടയിലുള്ള സൗഹാർദ്ദം തകർക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ചൂട്ടുപിടിക്കുകയും അവയെ ന്യായീകരിക്കുകയും അങ്ങനെ കലങ്ങിയ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം കേരളം ഭരിക്കുന്ന സർക്കാരിൽ നിന്നും പാർട്ടിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അതേ സംബന്ധിച്ച് പ്രതികരിക്കുവാനും അതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി സമൂഹത്തിൽ ഇറങ്ങുവാനും തീരുമാനിച്ച് നിങ്ങളേവരെയും വിളിച്ചു ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ ഈ സാന്നിധ്യത്തിനും സഹകരണത്തിനും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. പാലാ ബിഷപ്പിൻ്റെ പ്രസ്താവന മതേതര കേരളം മുഴുവൻ വിമർശിച്ച, മുഴുവൻ ആളുകളും ഒരുപോലെ തള്ളിപ്പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. RSSകാരും ചില സഹയാത്രികരായ ആളുകളും ഒഴിച്ച് മറ്റാരും തന്നെ പാലാ ബിഷപ്പിൻ്റെ ആ പ്രസ്താവന അതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട്, അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന സമൂഹത്തിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് ഏതായാലും സമൂഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതാനും വർഷങ്ങളായി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ മുസ്ലിം സമൂഹങ്ങൾക്കിടയിൽ അകൽച്ചയുണ്ടാക്കുകയും അവരെ ഭിന്നിപ്പിക്കുകയും അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുകയും ചെയ്യാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പല കോണുകളിൽ നിന്നും നടക്കുന്നു. അതിൻ്റെ എല്ലാറ്റിൻ്റെയും ഉത്ഭവ കേന്ദ്രം സംഘപരിവാറാണ് എന്ന് ഇതിനകം തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. അതിനോടെല്ലാം ക്രിയാത്മകമായി പ്രതികരിക്കുകയും കേരളത്തിൻ്റെ മതനിരപേക്ഷതയും മതസൗഹാർദ്ദവും നിലനിർത്തുന്നതിൽ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കുകയും ചെയ്യേണ്ടിയിരുന്നത് CPMഉം കേരള സർക്കാരുമാണ്. എന്നാൽ ദൗർഭാഗ്യവശാൽ അവരിൽ നിന്ന് ഇപ്പോൾ കള്ളന് കഞ്ഞി വെച്ച് കൊടുക്കുന്ന സമീപനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു ആരോപണ വിമർശനം ഒരു ഉന്നതനായ ഒരു വ്യക്തി ഉന്നയിക്കുന്നു, അതിനെതിരെ ഒരു സമൂഹം ഒന്നടങ്കം, അതുപോലെ മതേതര വിശ്വാസികളായ ആളുകളും
മാധ്യമങ്ങൾ ഏതാണ്ട് 99% മാധ്യമങ്ങളും അതിനെതിരെ രംഗത്ത് വരികയും ശക്തമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നു. ഇത് മതസ്പർദ്ധ വളർത്തുന്ന പ്രസ്താവനയാണ് എന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നു. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങളുടെ അറിവനുസരിച്ച് 7-ലധികം പരാതികൾ വിവിധ സ്ഥലങ്ങളിൽ ഈ ബിഷപ്പിൻ്റെ പ്രസ്താവനക്കെതിരെ വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളിൽ ലഭിക്കുന്നു. അപ്പോൾ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പരസ്യമായി പറയുകയാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയില്ല എന്ന് വച്ചാൽ നിയമം നടപ്പാക്കേണ്ടവർ തന്നെ നിയമത്തെ വെല്ലുവിളിക്കുന്നു. ഒരു മന്ത്രി ഈ വിഷയങ്ങൾ ഏതാണ്ട് അവസാനിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഒരു മന്ത്രി അവിടെ സന്ദർശിച്ച് മന്ത്രി വാസവൻ പറയുന്നത് അദ്ദേഹം മഹാപണ്ഡിതനാണ്, ഔന്നിത്യമുള്ള ആളാണ്, അദ്ദേഹത്തിൻ്റെ അപദാനങ്ങളൊക്കെ വാഴ്ത്തിക്കൊണ്ട് അദ്ദേഹം വർഗീയവാദിയല്ല, വർഗീയവാദികൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ എതിർക്കുന്നവരാണ് എന്ന് പറയുന്നു. ഈ അധ്യായം അവസാനിച്ചിരിക്കുന്നു എന്നും മന്ത്രി വാസവൻ പ്രഖ്യാപിക്കുകയാണ്. ഇത് കോട്ടയത്തുകാരനായ വാസവൻ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധത്തിൻ്റെയോ സുഹൃബന്ധത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള ഒരു ന്യായീകരണമല്ല, പിന്തുണയല്ല എന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനപ്രകാരമുള്ള അവരുടെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ആക്ടിംഗ് സെക്രട്ടറി നടത്തിയ പ്രസ്താവനയിൽ വാർത്താസമ്മേളനത്തിൽ നിന്ന് വ്യക്തമാണ്. ഈ വിഷയം ചർച്ച ചെയ്തതിന് ശേഷം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീർന്ന ഉടനെ തന്നെ വിജയരാഘവൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ബിഷപ്പിന് എന്തെങ്കിലും ദുരുദ്ദേശമുള്ളതായി കരുതുന്നില്ല എന്നാണ്. പാലാ ബിഷപ്പിൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ചിലർ നടത്തിയ പ്രസ്താവനകളും പ്രചാരണങ്ങളും ചില ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വിഭാഗീയത വളർത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും പ്രസ്താവനകൾ നടത്തിയാൽ അത് വർഗീയമാണോ അല്ലാത്തതാണോ, അത് തെറ്റാണോ ശരിയാണോ എന്ന് പരിശോധിക്കാൻ അവരുടെ മനസ്സളക്കാനുള്ള ഒരു മാപ്പിനി AKG സെൻറ്ററിൽ തയ്യാറാക്കി വെച്ചതുപോലെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് എപ്പോഴും പറയുന്ന കേരള മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിയമം ചെങ്കൊടിയുടെ വഴിക്ക് എന്നാണ്. ആരാണ് വർഗീയവാദി, ആരാണ് മിതവാദി എന്ന തീരുമാനമെടുക്കുന്ന ഒരു കേന്ദ്രമായിട്ട് AKG സെൻറ്റർ മാറുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ തിരുവനന്തപുരത്ത് DGPയുടെ ഒരു ഓഫീസ്? ഒരു DGPക്ക് എന്തിനാണ് ശമ്പളം കൊടുക്കുന്നത്? എന്തിനാണ് പോലീസ് സംവിധാനം? എന്തിനാണ് നീതിന്യായ സംവിധാനം ഇവിടെ ഉള്ളത്? അതൊരിക്കലും ഭരിക്കുന്നവർ ചെയ്യേണ്ട പണിയല്ല. ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. അതിനെതിരെ ശക്തമായി കേരളം, ഈ മതേതര കേരളം ശക്തമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഞങ്ങൾ അതിനെതിരെ അതിശക്തമായി രംഗത്ത് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സത്യപ്രതിജ്ഞാ ലംഘനത്തിനെതിരെ, നിയമലംഘനത്തിനെതിരെ, മുഖ്യമന്ത്രിയുടെയും മന്ത്രി വാസവൻ്റെയും പ്രസ്താവനയ്ക്കെതിരെ സാധ്യമാകുന്ന നിയമത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സാധ്യമാകുന്ന മുഴുവൻ നിയമ നടപടികളുമായും മുന്നോട്ട് പോകാൻ SDPI സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ CPM യഥാർത്ഥത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ വർഗീയ കാർഡ് കളിക്കുകയാണ്. CPM ഇപ്പോൾ ഈ പാലാ ബിഷപ്പ് നടത്തിയ പ്രസ്താവനയിലെ ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം, നേരത്തെയും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളാണ്. ഈ വിഷയത്തിൽ മാത്രമല്ല, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ലവ് ജിഹാദ് ഉൾപ്പെടെ, അതുപോലെ മലപ്പുറത്തെ മുസ്ലിങ്ങൾ മലബാർ സ്റ്റേറ്റ് ആവശ്യപ്പെടുന്നു എന്നതുൾപ്പെടെയുള്ള
വമ്പിച്ച വിഭാഗീയമായ വർഗീയമായ പ്രസ്താവനകളും പ്രചാരണങ്ങളുമായിട്ടാണ് സുരേന്ദ്രൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര നടത്തിയത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. അന്ന് അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് രേഖാമൂലം ഞങ്ങൾ ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കേസെടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ അതിനും ഇപ്പോഴാണ് അതിൻ്റെ കാരണം ഞങ്ങൾക്ക് മനസ്സിലായത്. സുരേന്ദ്രൻ്റെ മനസ്സ്, സുരേന്ദ്രൻ്റെ പ്രസ്താവനയുടെ സദുദ്ദേശം AKG സെൻറ്ററിൽ വെച്ച് പരിശോധിച്ചിട്ട് അദ്ദേഹത്തിന് ദുരുദ്ദേശമൊന്നുമില്ല എന്ന് കേരള സർക്കാരിന് ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാത്തത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒരു വിഭാഗത്തിനെതിരെ, അതല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഭിന്നിപ്പിച്ച് ഇവിടെ ഈ മതസൗഹാർദ്ദം തകർത്ത് വിഭാഗീയതയുണ്ടാക്കി വർഗീയത വളർത്തുക എന്ന RSSൻ്റെ അജണ്ടയെ താലോലിക്കുകയും അതിന് എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും RSSന് വടിയുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന നയം കേരള സർക്കാരും പിണറായി വിജയനും തുടരുകയാണ്. ഇന്ന് സുരേഷ് ഗോപി MP ഇന്ന് നമ്മുടെ കേരള മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചത് നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരള സർക്കാർ ബുദ്ധിയുള്ളവരാണ്, അവർ എന്നാണ് അവരെക്കുറിച്ച്, സർക്കാരിൻ്റെ ഈ മൗനത്തെക്കുറിച്ച് ഇന്ന് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകളിലൂടെ CPM തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കേരള ജനത മനസ്സിലാക്കണം. അത് സംബന്ധിച്ച് അതിനെതിരായി ശക്തമായി രംഗത്ത് വരികയും ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു ചെറിയ കാര്യം കൂടി, ഈ CPMൻ്റെ പ്രസ്താവനകളൊക്കെ വളരെ ബോധപൂർവവും തന്ത്രപരവുമാണ്. വർഗീയവാദികളാണ് ഇതിനെതിരെ രംഗത്ത് വരുന്നത്. വർഗീയവാദികളുടെ പ്രചരണങ്ങളും പ്രസ്താവനകളുമാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. അതിൻ്റെ പിന്നിലൊരു ദുരുദ്ദേശമുണ്ട്. അതായത് വിമർശിക്കുന്ന ആളുകളെ വർഗീയവാദികളും തീവ്രവാദികളുമാക്കി ചിത്രീകരിച്ചിട്ട് വിമർശകരെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ള വളരെ ഗൂഢമായ നീക്കം. ഇത് മുമ്പും CPM പയറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ നീക്കങ്ങളെയെല്ലാം തിരിച്ചറിയാൻ കേരളത്തിലെ എല്ലാ മതേതര സംഘടനകളും സഹോദരങ്ങളും തയ്യാറാകണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. അതിനാൽ കേരള സർക്കാരിൻ്റെ വിവേചനപരവും വർഗീയവുമായ നിലപാടുകളെ തുറന്നു കാണിച്ചുകൊണ്ട് ക്രൈസ്തവ മുസ്ലിം സൗഹാർദ്ദം തകർക്കുന്ന പാലാ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുക, നിയമ നടപടി സ്വീകരിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് SDPI പ്രക്ഷോഭം ആരംഭിക്കുന്നു. വ്യാഴാഴ്ച 23-ന് വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിലും അതേ ദിവസം തന്നെ ജില്ലാ കേന്ദ്രങ്ങളിലും അതിൻ്റെ ഭാഗമായുള്ള പ്രതിഷേധ ധർണ നടക്കുകയാണ്. ഈ ഒരു കേരളത്തിൻ്റെ സൗഹാർദ്ദ അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടി അതിനെതിരെ രംഗത്ത് വരുന്ന മുഴുവൻ ആളുകളെയും നിയമത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കുക എന്ന ജനാധിപത്യപരമായ ധർമ്മം നിർവഹിക്കുന്നതിന് കേരള ജനത ഒന്നടങ്കം ഈ പ്രചാരണത്തെ സഹായിക്കുകയും ഇതിന് സഹകരിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു.